എഗ്രിമെന്റ് പ്രകാരം എനിക്ക് എത്രയാണോ കിട്ടേണ്ടത് അത്രയും മതി എനിക്ക്. ഈ വേണ്ടാത്ത വഴിക്ക് വരുന്ന പൈസ എനിക്ക് വേണ്ടേ വേണ്ട. വേണ്ടാത്ത വഴിക്കോ? ആര് പറഞ്ഞു? താൻ എന്താ സീത പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലിസൺ, ആ 25 ലക്ഷം നീ ഇത്രയും വർഷം നമ്മുടെ കമ്പനിയിൽ ലോയലായിട്ട് വർക്ക് ചെയ്തതിന് നിനക്ക് കിട്ടുന്ന പൈസയാണ്. മോറോവർ തന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അതുമാത്രമല്ല, ഇത് ആരും തനിക്ക് ചാരിറ്റി ആയിട്ട് തരുന്നൊന്നുമല്ല. എല്ലാ മാസവും തന്റെ സാലറി എന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാ. വേണ്ടമ്മോ, ഇതിന് എനിക്കൊരു രൂപ പോലും വേണ്ട. എന്റെ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം റാം. പ്ലീസ് എന്നെ വിട്ടേക്ക്. ഐ എം സീരിയസ്ലി കൺഫ്യൂസ്ഡ്. സോറി ടു ടെൽ യു ദിസ്. താൻ പറയുന്നതിൽ ഒരു ലോജിക്കും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താ പറ്റിയെന്ന് ക്ലിയർ ആയിട്ട് പറ. നടന്നതൊന്നും തിരുത്താൻ കഴിയില്ല റാം. എല്ലാം എന്റെ തെറ്റാ. എല്ലാ കാര്യവും ഞാൻ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. പൈസ വേണ്ടാന്ന് ഞാൻ ആദ്യമേ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. നീയല്ലേ ബോസിനോട് സംസാരിച്ച് പുറത്തു വെച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. ഇപ്പൊ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോ വേറെ എന്തൊക്കെയാ തോന്നുന്നത്. സീത പ്ലീസ്. റാം പ്ലീസ്, ഇനി ഇതിനെ പറ്റി സംസാരിക്കണ്ട. ഇതേ മൈൻഡ് ഞാൻ വീട്ടിലേക്ക് പോയാ എന്റെ മോൾക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് അമ്പലത്തിൽ വന്നത്. സീത ഒരു മിനിറ്റ് പ്ലീസ്. സീത എന്താ ഉണ്ടായെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. താൻ ഇവിടെ വന്ന് എഗ്രിമെന്റ് പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്ത് മനസ്സിലാവാനാ? ഞാൻ സംസാരിക്കുന്ന അമ്പലം നടയിൽ വെച്ചിട്ടാ. തന്റെ പേര് പോലെ തന്നെ തന്റെ ക്യാരക്ടർ അത്ര പ്യുവറാണ്. അതിനി ആരെന്തു പറഞ്ഞാലും മാറാൻ പോകുന്നില്ല. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് യുവർ മണി ആൻഡ് യു ഡിസേർവ് ദാറ്റ് മണി. ദാറ്റ്സ് ഇറ്റ്. തിരക്ക് പിടിച്ച് എന്ത് തീരുമാനം എടുത്താലും അത് തെറ്റായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. ആരോടൊക്കെയോ പറഞ്ഞിട്ടും നിങ്ങളോട് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇനി ഒരിക്കലും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതെ നീ നോക്കുമെന്ന വിശ്വാസത്തിൽ ഇനി എനിക്കൊരു തീരുമാനം എടുക്കണം. എനിക്ക് വീട് മാറുന്നതല്ലാതെ വേറൊരു വഴിയുമില്ലമ്മേ. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. Hey സീത, ഒരു മിനിറ്റ് പ്ലീസ്. സീത, തന്നെ അങ്ങനെ വിട്ടിട്ട് പോരാൻ തോന്നില്ല. അല്ല, ഞാൻ എന്തെങ്കിലും തെറ്റിയതെങ്കിൽ ഐ എം റിയലി സോറി. എന്തിനാ താൻ സാലറി അഡ്വാൻസ് വേണ്ടെന്ന് പറഞ്ഞത്? ഈ വിഷയം ഇവിടെ വെച്ച് വിട്ടേക്കറാം. എനിക്കിതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. വിട്ടേക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തനിക്ക് ആ പൈസയുടെ ആവശ്യമുള്ളതല്ലേ? ദയവ് ചെയ്ത പൈസ വാങ്ങിക്കേ. അത് തന്റെ പൈസയാ സീത. വാങ്ങിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വാങ്ങുന്നവരെ തന്നെ ഞാൻ വിടില്ല. എന്താ നീ കാണിക്കുന്നേ? ആ പൈസ താൻ വാങ്ങുന്നവരെ ഞാൻ ഇവിടുന്ന് അനങ്ങില്ല. അതെ, തനിക്ക് വേണ്ടെങ്കിലും ആ പാവ സീറ്റ് വേണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്തൂടെ?
അയ്യോ, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കോടതിക്ക് മനസ്സിലാവണ്ടേ മാഡം? നോക്ക്, ഡോക്ടറോടും ലോയറോടും കളവ് പറയരുത്. ഡോക്ടർക്കും ലോയർക്കും പക്ഷെ കളവ് പറയാം. വി ഹാവ് ഓൾ റൈറ്റ്സ് ടു ലൈ. താൻ എന്താണേലും എന്നോട് പറഞ്ഞു, ഞാനുണ്ടല്ലോ. ഞാൻ തന്നെ പിന്നീട് കോൾ ചെയ്യാം, മറക്കണ്ട. I'm there. I'll take care. Okay? അല്ല, സീതാ മേഡം, വാട്ട് എ സർപ്രൈസ്. എന്താ ഇത്? ഇപ്പൊ താനായിട്ട് തന്നെ എന്റെ ഓഫീസിലേക്ക് എത്തിയല്ലോ. അല്ല സീതാ മേഡം, എന്തിനാ ടെൻഷൻ ആവുന്നേ? ഐ എം സോറി, പ്ലീസ് കമൻ. വാ, അതോട്ട് വാ. ശരി മോളെ, പോയിട്ട് വേഗം വരണേ. ശരി ശരി. ശ്രേയസ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങിയത് എന്താ? പിക്നിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ? നാളെ പിക്നിക്കിന് പോവാൻ എല്ലാം റെഡിയാക്കിയോ സിഹി? ഇല്ല, ഞാൻ വരുന്നില്ല. എന്താ, അമ്മ നിന്നെ വിടാഞ്ഞിട്ടാണോ? അല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിപ്പോ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തെങ്കിലും കളിച്ചാലോ? വേണ്ട സിഹി, എനിക്ക് രാവിലെ പിക്നിക്കിന് പോകാൻ വേണ്ടി വേഗം കിടക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നിനി കളിയൊന്നുമില്ല. ബൈ. നീ പിക്നിക്കിന് പോവാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടോന്ന് നോക്കാൻ വേണ്ടിയാ വന്നത് ഞാൻ. ശരി, ബൈ. ശാന്തേ, അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിയില്ലടി. പാവം കുഞ്ഞല്ലേ അവള്. ഏയ്, നാളെ നിങ്ങളുടെ പെങ്ങടെ കൊച്ചിന്റെ കല്യാണല്ലേ, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? നാളെ ഈ കൊച്ചിനിവിടെ തനിച്ചാക്കി എങ്ങനെയാ പോവുക? സീത ഒറ്റയ്ക്കല്ലേ ഉണ്ടാവൂ? ശരിയാണല്ലോ, പെങ്ങളാണെ ബഹളം ഉണ്ടാക്കും. ഇനി പോയില്ലെങ്കിൽ ഞാൻ ചത്താലേ നിങ്ങൾ വരുള്ളൂ എന്ന് ചോദിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ശാന്തേ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടി. വൈകുന്നേരമായല്ലോ, ഇപ്പൊ ആരാ ദീപം തെളിയിക്കാൻ വരുന്നേ? ശ്രീമോളെ, വാ, ദീപം തെളിയിക്കാം. വാ. സീതാ മാഡം, താൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി അന്നേ ദിവസം തനിക്ക് ഓഫീസിൽ നിന്ന് അഡ്വാൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ അറിയായിരുന്നു ഇതൊന്നും നടക്കില്ല എന്ന്. തന്നെ നെഗറ്റീവ് ആക്കണ്ടെന്ന് കരുതി. എന്താണെന്നറിയോ, തനിക്ക് വിഷമമാവെന്ന് കരുതിയിട്ട്. അല്ല സീതാ മാഡം, ആരെങ്കിലും പൈസ എങ്ങനെ വെറുതെ തരുമോ? അതൊരു കോർപ്പറേറ്റ് ഓഫീസൊക്കെ.
ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ബാങ്കുകാരുമായി സംസാരിച്ച് ടൈം ചോദിച്ചിട്ടുണ്ട്. സത്യമാണോ സർ? അല്ല സീതാ മേഡം, ഞാനിനി അവരുടെ കാലിൽ വീഴാൻ കൂടെ ബാക്കിയുള്ളൂ. ആക്ച്വലി ഞാൻ വേറെ ആർക്കും വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല, തനിക്കായോണ്ട് മാത്രം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്ത് കാര്യം സീതാ മേഡം, ഇന്ന് വെക്കേണ്ട ലേലം നാളത്തേക്കാക്കും, അത്രേ ഉള്ളൂ. നോക്ക്, തനിക്കുള്ളത് ഒരേ ഒരു പരിഹാരമാണ്, വീട് മാറണം, അത്ര തന്നെ. അല്ല സീതാ മേഡം, വെറുതെ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് എന്തിനാ വഞ്ചിക്കപ്പെടുന്നേ? നോക്ക്, വളരെ നന്നായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും സീതാ മേഡം. പക്ഷേ കഷ്ടകാല സമയത്ത് സഹായിക്കുന്നവനാ യഥാർത്ഥ ഫ്രണ്ട്, അല്ലേ? സർ, ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഫീസൊന്നും തന്നിട്ടില്ല, എന്നിട്ട് നിങ്ങൾ എനിക്ക് ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സീതാ മേഡം, ഇപ്പോഴല്ലേ ഞാൻ ഫ്രണ്ടാന്ന് പറഞ്ഞ, ഫ്രണ്ട്സിനോട് ഫീസ് മേടിക്കാൻ പറ്റുമോ പറ? അതല്ല സർ, ഫ്രീ ആയിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഫ്രീ ആയിട്ടൊന്നും അല്ല സീത, ഞാൻ എനിക്ക് ഫീസ് വേണമെങ്കിൽ ചോദിക്കുമല്ലോ, പക്ഷെ ഇപ്പൊ അല്ല. ആ, തന്റെ മോള് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. സീത പോയിക്കോളൂ, ഇതൊക്കെ പിന്നീട് ഒരിക്കലും ഇരുന്ന് സംസാരിക്കും. ഓക്കെ? താങ്ക് യു സോ മച്ച് സർ. സീതാ മേഡം, രാമ, നിനക്കൊന്നും പറ്റില്ലടാ. നിന്റെ അച്ഛനമ്മമാരെ പോലെ നോ 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 നോ, രാമനൊന്നും സംഭവിക്കാൻ പാടില്ല. ഈശ്വര, രാമനൊന്നും സംഭവിക്കില്ലേ? അഥവാ സംഭവിച്ചാൽ തന്നെ എനിക്കായിക്കോട്ടെ, പ്ലീസ് പ്ലീസ്. രാമ, ഭാർഗവി, നിന്റെ ഉദ്ദേശം നടക്കില്ല. രാമ, പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാ നിനക്കെന്താ? വരുന്ന ദേഷ്യത്തിന് നിനക്കൊന്നും പൊട്ടിക്കാനാ തോന്നുന്നു. എടാ, എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നേ? ഫോൺ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തേ? എടാ, ഞാനല്ലടാ, മേമയാണ്. ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് മേമ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഇന്നൊരു ദിവസമെങ്കിലും ഞാൻ മനസമാധാനത്തോടെ നിൽക്കാൻ വേണ്ടിയാടാ. എന്നിട്ടിപ്പോ അവസാനം കറങ്ങി തിരിഞ്ഞ എല്ലാ ടെൻഷനും എന്റെ തലയിലാ. അല്ല, സീതയാണെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയി. നീ ആണെങ്കിൽ ഇത് എന്നോട് ചൂടായിക്കൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഓഫീസിൽ എന്താണ് ഉണ്ടായെന്ന് പറയടാ. മേമ നിന്നെ അമ്പലത്തിലേക്ക് അയച്ച ശേഷം ഓഫീസിലേക്ക് വന്നിരുന്നു. എന്നിട്ട് കോഴി ദിവസവും ഓരോ മുട്ടയിട്ടുകൊണ്ടിരുന്നു. കോഴിയുടെ ഉടമയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ഐഡിയ തോന്നി. എന്താ? എന്നും ഓരോ ചെറിയ മുട്ട കിട്ടുന്നതിന് പകരം കോഴി അറുത്തു കഴിഞ്ഞാ എല്ലാ ചെറിയ മുട്ടയും കൂടെ ഒറ്റയടിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. മരപ്പൊട്ടൻ അല്ലേ? അതുകൊണ്ടാ പറയുന്നത് അത്യാഗ്രഹം ആപത്തെന്ന്. അവന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കുഞ്ഞുമുട്ട അവൻ എന്നും കിട്ടുമായിരുന്നല്ലോ. ഞാനായിരുന്നെങ്കി എന്നും കിട്ടുന്ന ആ കുഞ്ഞു മുട്ട കോഴിക്കുട്ടി തന്നെ വെക്കും. അതെന്നും ഓരോ മുട്ട വെച്ച് ഇടുന്നുണ്ടല്ലോ, അപ്പോ എല്ലാം ഒരുമിച്ചങ്ങ് എടുത്താ പോരെ.
പോരെ? ഈ ഐഡിയ വേറെ ആർക്കും ഉണ്ടായില്ലല്ലോ. പക്ഷേ സീതമ്മ, എല്ലാ മുട്ടയും ഒരുമിച്ചെടുക്കുന്നത് അത് അത്യാഗ്രഹം അല്ലേ? അപ്പൊ നമ്മൾ ആശിക്കുന്നത് തെറ്റല്ല, ബുദ്ധി യൂസ് ചെയ്താ മതി. കറക്റ്റ്. ആഗ്രഹിക്കുന്നത് തെറ്റല്ല, പക്ഷെ ആഗ്രഹിക്കാനുള്ള അർഹത കൂടി വേണം. അർഹത എന്ന് വെച്ചാ? അർഹത എന്നാ, ഇപ്പൊ 2 കുട്ടികളുണ്ടായിരുന്നു. ഒരു കുട്ടി പറയുന്ന ജോലിയൊക്കെ നീറ്റായിട്ട് ചെയ്യുമായിരുന്നു. പിന്നൊരു കുട്ടി എപ്പോ നോക്കിയാലും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇവരിൽ ആരാ നല്ല കുട്ടി? എല്ലാ ജോലിയും നീറ്റായിട്ട് ചെയ്യുന്നത് അല്ലേ? നല്ല കുട്ടി എന്നുള്ള പേര് കിട്ടുന്നതാണ് അവളുടെ അർഹത. അപ്പോ എനിക്ക് പിക്നിക്കിന് പോവാൻ അർഹതയില്ല അല്ലേ സീതമ്മ? മേമ നിന്നെ അമ്പലത്തിലേക്ക് അയച്ച ശേഷം ഓഫീസിലേക്ക് വന്നിരുന്നു. ഓ, മേമയ്ക്ക് നീ ആ ബോസ് എന്ന് അറിയില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ഞാനില്ലാതെ ഓഫീസ് കാര്യങ്ങൾ നടക്കില്ല എന്നോർത്ത് വന്നാവും പാവം. കാശിന് വളരെ ആവശ്യമുള്ള സീത സഡൻ ആയിട്ട് അഡ്വാൻസ് സാലറി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പോയി. മേമ നിന്നെ മാത്രം അമ്പലത്തിലേക്ക് അയച്ച് അവർ ഓഫീസിലേക്ക് വന്നിരുന്നു. ശരി, അതിനിപ്പോ എന്താടാ? എന്താടാ ശരി? ഇതിലൊന്നും നിനക്ക് ഒരു മിസ്സിങ്ങും തോന്നുന്നില്ലേ? ഇതിലിപ്പോ മിസ്സിംഗ് ഉണ്ടാവാൻ മാത്രം എന്താടാ അശോക? സീത അപ്സെറ്റ് ആവാനുള്ള ഒരേ ഒരു കാരണം നീയാണ്. പൈസ അവളുടെ അക്കൗണ്ടിൽ വന്നു കാണില്ല, അതുകൊണ്ടാവും ദേഷ്യപ്പെട്ടെ. പൊട്ടനെ പോലെ സംസാരിക്കരുത്. അന്ന് പ്രിയെ വിളിച്ച് സംസാരിച്ചപ്പോ സീത എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സഡൻ ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ അർത്ഥം? എനിക്കെന്തോ മാം ഓഫീസിലേക്ക് വന്നതിന് ശേഷം നീ ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചോ? എന്തിനാടാ പാവം മാം ഇതിലേക്ക് വലിച്ചേക്കുന്നത്? ഓഫീസിൽ എന്താ സംഭവിച്ചെന്ന് ക്ലിയർ ആയിട്ട് പറ, അല്ലാതെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഒന്നുമില്ല, ഭാർഗവി മാമ ഓഫീസിലേക്ക് വന്നു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. അശോക, നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. എന്താ തോന്നിയത് നിനക്ക്? ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത് ഇഡിയറ്റ്. ലോജിക് ഇല്ലാതെ സംസാരിക്കുന്നതും ലോജിക് ഇല്ലാതെ പെരുമാറുന്നത് നീയാ. ഇത്രയുള്ളെങ്കിൽ ഇതൊക്കെ വിട്ടേക്ക്, എല്ലാവർക്കും നല്ലതാ. ഇതൊക്കെ എന്ന് പറഞ്ഞ പറയടാ, തെളിച്ചു പറയടാ. എടാ ലിസൺ, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. സീത എന്റെ നല്ലൊരു ഫ്രണ്ട് മാത്രം, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇതെല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞ എടാ മോനെ കേക്ക്. എനിക്ക് വ്യക്തമായി അറിയാശോ നമ്മുടെ ഇടയിൽ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന്. അതെന്താണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് തീർന്നില്ലെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കില്ല. തീർക്ക്, പ്ലീസ് തീർക്ക്. എന്റെ ആഗ്രഹം അത് തന്നെ, പക്ഷേ എന്നെ മാത്രം ഇതിനകത്ത് വലിച്ചിടരുത്. അശോക കാം. മടുത്തു പോയടാ എനിക്ക്. ബോസ് ആയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വെറുതെ നീ കൂടുതൽ ബുദ്ധിമുട്ടണം. ഞാൻ എന്ത് പറഞ്ഞാലും നീ വെറുതെ ടെൻഷൻ ആവും. പ്ലീസ് പ്ലീസ് നീ എന്നെ വിട്ടേക്ക്. അശോക, എന്തിനാ നീ വെറുതെ ഇങ്ങനെ റിയാക്ട് വിടാനെ? എടാ അശോക, ഇവനിതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സീതയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയി. ഇവൻ ഇവിടെ ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. ഗോഡ്. സിദ്ധയ്യ, മധുരം കുറവുള്ള ഹൽവ സെപ്പറേറ്റ് വെച്ചിട്ടില്ലേ? ഓ മാഡം. റാണി ചേച്ചിക്കും രാമനും കാരറ്റ് ഹൽവ ഒത്തിരി ഇഷ്ടം. സാധന, റാം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരെയും കഴിക്കാൻ വിളിക്ക്. പെട്ടെന്നാക്ക്, എല്ലാം റെഡിയല്ലേ നോക്ക്. സാധന, സാധന, എന്താ പറ്റി? നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? റാം വന്നോന്നാ ചോദിച്ചേ. ആ ചേച്ചി, റാം വന്നു, പക്ഷെ അദ്ദേഹം ഇതുവരെ വന്നില്ല. റാം വരുന്നതും എന്റെ ഭർത്താവ് വരുന്നതും തമ്മിൽ എന്താ ബന്ധം? ചേച്ചി റാമിനെ അമ്പലത്തിലേക്ക് പറഞ്ഞയച്ചത് സംസാരത്തിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞ് കാർ എടുത്തൊരൊറ്റ പോക്ക്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ചേച്ചി. ഏട്ടൻ ഇതുവരെ വന്നിട്ടില്ല.
കുടിയൻ രാമന് ബോഡി ഗാർഡ് ആവാൻ പോയതാണോ?